ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഇല്ലസ്ട്രേഷൻ ഞാൻ ചെയ്യാൻ പോകുന്നൊരു വെസ്റ്റേൺ കൈൻഡ് ഓഫ് ലെഹങ്കയാണ് ചെയ്യുന്നത്. നമുക്ക് എല്ലാ ഫംഗ്ഷനും യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹെവി ആയിട്ട് വരുന്ന ഒരു ലെഹങ്കയാണ്. കളർ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പാൻറ്റൂൺ കളർ ഓഫ് ദി ഇയർ മുക്കാമൂസ്. അത് നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കളറാണ്. എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു കളറാണ്. ഇൻറ്റീരിയർ ഡ്രസ്സ് എല്ലാത്തിനും ചൂസ് ചെയ്യുന്ന ഒരു കളറാണ്. അപ്പോൾ കളർ ഞാൻ എടുത്തിരിക്കുന്ന വാട്ടർ കളർ വെച്ചിട്ടാണ് ഈ ഒരു ഇല്ലസ്ട്രേഷൻ ചെയ്യുന്നത്. പിന്നെ ഷെയ്ഡിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ വാട്ടർ കളർ പെൻസിലും യൂസ് ചെയ്യുന്നുണ്ട്. ബ്രൗണും വൈറ്റ് ഷെയ്ഡുമാണ് മെയിനായിട്ട് പോകുന്ന കളർ ഇതിനകത്ത്. കാരണം ടോൺ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വൈറ്റും ബ്രൗൺ ഷെയ്ഡും ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഹെവിയാണ്. എങ്ങനെയാണ് വരുന്നത്, എന്ത് തരത്തിലുള്ള ഫാബ്രിക് ആണെന്നുള്ളത് ഞാൻ സൈഡിലൊന്ന് മെൻഷൻ ചെയ്തേക്കാം ഒരു ഫോട്ടോ. എക്സാക്ട് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടൊരു ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇല്ലസ്ട്രേഷൻ്റെ ഇത് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഇല്ലസ്ട്രേഷൻ നമ്മൾ ചെയ്യുന്നത് വാട്ടർ കളർ വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ നമ്മൾ ഏതൊരു ഇല്ലസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്താലും അതിൻ്റെ ബേസ് ലെയർ ലൈറ്റ് ടോൺ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വെള്ളത്തിൽ നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വാട്ടർ കളർ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഷെയ്ഡിങ്ങിനനുസരിച്ച് നമ്മൾ കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബേസ് കളറിന് നല്ലതുപോലെ നമ്മൾ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇല്ലസ്ട്രേഷനിൽ ഫസ്റ്റ് ലെയർ കൊടുക്കുന്നത്. പിന്നെ ഷെയ്ഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കളർ ആഡ് ചെയ്ത് വേണമെങ്കിൽ 2-3 കളർ കറക്റ്റ് കളർ കിട്ടാൻ 2-3 കളർ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഞാൻ ബ്രൗണും വൈറ്റും മാത്രമാണ് ഈ ഒരു ഇല്ലസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് വാട്ടർ കളർ യൂസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എംബ്ലിഷ്മെൻറ്റ് ചെയ്യുകയാണ്. അതിനകത്ത് നമ്മൾ ഹെവി ബീഡഡ് ഫാബ്രിക്കാണല്ലോ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ഇല്ലസ്ട്രേഷന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഡോട്ട് പോലെ നമ്മളെല്ലാത്തിനും ഫ്ലോറിലൊക്കെ വരയ്ക്കുന്നത് ഭയങ്കരമായിട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല. ഡോട്ട് പോലെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലൗസിൽ നമ്മൾ ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു ലെയർ കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ മേലിൽ നമ്മൾ ഷെയ്ഡിങ് കൊടുക്കണം. നമ്മുടെ നെക്ക് ലൈനിലും ഫോൾഡിങ് വരുന്ന എല്ലാ പോർഷനിലും നമ്മൾ സ്ലീവ് മടക്കുന്ന പോർഷനിലും അവിടെയൊക്കെ ഒരു ഷെയ്ഡിങ് പോലെ നമ്മൾ കുറച്ചും കൂടെ ആ വാട്ടർ കളർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിൽ നമ്മൾ ഷെയ്ഡിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ മേളിലാണ് പിന്നെയും ഒരു ലെയർ ഓഫ് ബ്രൗൺ ഷെയ്ഡ് നമ്മൾ ആഡ് കൊടുക്കണം. എങ്കിലേ നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. ലാസ്റ്റ് നമ്മൾ ഇല്ലസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ആ ഒരു ബീഡഡ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓരോ പ്രോസസ്സും നമ്മൾ ചെയ്തു പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്ലീവിലാണെങ്കിൽ നമ്മൾ ബ്ലൗസിൽ ചെയ്തതുപോലെ ഫസ്റ്റ് ഒരു ലെയർ ലൈറ്റ് ടോൺ ബ്രൗൺ കൊടുക്കുക, സെക്കൻഡ് ലെയർ നമ്മൾ ഒരു ബ്രൗൺ ഷെയ്ഡ് കൊടുക്കുക. അങ്ങനെ നമുക്ക് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. നമ്മൾ എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ് എങ്ങനെ ഒരു ഫാബ്രിക് മാറ്റാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഫാബ്രിക്കിനെ തുടങ്ങാതെ നമുക്ക് വേണമെങ്കിൽ ഓൾറെഡി ആ ഫോട്ടോഷൂട്ട് കഴിഞ്ഞൊരു ഔട്ട്ഫിറ്റ് എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം എക്സാമ്പിളായിട്ട് സബ്യസാച്ചിയുടെ ഒരു ലെഹങ്ക എടുക്കുകയാണ്. ആളുടെ ഒരു ലെഹങ്ക എടുത്താൽ എങ്ങനെയാണ് ഷെയ്ഡിങ് പോയിരിക്കുന്നത്, ഒരു ലൈറ്റിങ് അടിക്കുമ്പോൾ എങ്ങനെയാണ് ഷെയ്ഡിങ് വരുന്നത്, ലൈറ്ററാണോ ഡാർക്കറാണോ, ഫോൾഡിങ് എങ്ങനെ വരുന്നുണ്ട്, അതെല്ലാം നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പല ഫാബ്രിക് ഒരു സ്വാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം അതാണ് കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാവും എങ്ങനെ ചെയ്യാം. അപ്പം നെറ്റ് ഫാബ്രിക് എടുക്കുകയാണെങ്കിൽ അതുപോലെ ആയിരിക്കത്തില്ല വെൽവെറ്റ് ഫാബ്രിക് നമ്മൾ ഇല്ലസ്ട്രേറ്റ് ചെയ്യുമ്പോൾ എടുക്കേണ്ടത്. സോ അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെൻസിൽ കളർ വെച്ചിട്ട് ഷെയ്ഡിങ് കൊടുക്കുകയാണ്. പെൻസിൽ കളർ അല്ലാണ്ട് വാട്ടർ കളർ വെച്ചിട്ട് നമുക്ക് ഷെയ്ഡിങ് കൊടുക്കാൻ പറ്റും. ഈ ഒരു ഇതിന് ഞാൻ പെൻസിൽ കളറാണ് യൂസ് ചെയ്യുന്നത്. വാട്ടർ കളർ പെൻസിലാണ്. അപ്പോൾ ഗ്യാപ്പ് വരുന്ന പോർഷനിൽ, ഫോൾഡിങ് വരുന്ന പോർഷനിൽ, സ്ലീവ് കൈ നമ്മൾ മടക്കി വയ്ക്കുകയാണ്, ആ ഒരു പോർഷനിലൊക്കെ നമ്മൾ ഈ ഒരു ഷെയ്ഡിങ് എഫക്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ വൈറ്റ് കളർ നമ്മൾ ആ ഒരു ലൈറ്റിങ് ഒക്കെ എഫക്റ്റ് ഒരു ബീഡഡ് ഇടയ്ക്കിടയ്ക്ക് വൈറ്റ് പേളും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്ലിറ്റർ എഫക്റ്റ് കിട്ടും. അപ്പോൾ അതിൻ്റെ മേളിലൂടെ ഞാൻ വൈറ്റ് പെയിൻറ്റ് വാട്ടർ കളർ വെച്ചിട്ട് ഡോട്ട് പോലെ കംപ്ലീറ്റും ഇടയ്ക്കൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ വരുന്ന രീതിയിൽ കംപ്ലീറ്റ് നമ്മൾ ഈ ഒരു ബോഡി പോർഷൻ ആണെങ്കിലും സ്ലീവ് പോർഷൻ ആണെങ്കിലും വൈറ്റ് വാട്ടർ കളർ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ഡോട്ട് പോലെ എങ്ങനെയായിരുന്നു ഫസ്റ്റ് പ്രോസസ്സ് ചെയ്തത് ആ ഒരു പ്രോസസ്സ് തന്നെ ഇതിലും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്.
ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പിന്നെയും കുറച്ചും കൂടെ ഷെയ്ഡിങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു റിയലിസ്റ്റിക് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെയും ഷെയ്ഡിങ് ആഡ് ചെയ്യുന്നത് പെൻസിൽ കളർ വെച്ചിട്ട് തന്നെയാണ്. ഒരു ബ്ലാക്ക് കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ഒരു ഫോൾഡിങ്ങിൻ്റെ പോർഷനിലൊക്കെ നമുക്ക് ആ ഒരു ബ്രൈറ്റ് ഡാർക്ക് എഫക്റ്റ് കിട്ടുന്നത്, ആ ഫോൾഡാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഷെയ്ഡിങ്ങിലൂടെയാണ്. അപ്പോൾ ആ ഒരു ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഷെയ്ഡിങ്ങാണ്. അപ്പോൾ ഈ ഒരു ഇലസ്ട്രേഷൻ ഞാൻ പാർട്ട് 1 ഒരു ബോഡി നമ്മുടെ ബ്ലൗസ് പോർഷൻ മാത്രമേ ഞാൻ ഇംഗ്ലീഷ്മെൻറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ സ്കേർട്ട് പോർഷൻ ഞാൻ പാർട്ട് 2 ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ വീഡിയോസ് കാണുന്നുണ്ടെന്നറിയാം. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ഇടുക, എന്തൊക്കെ വീഡിയോസ് വേണം എന്നുള്ളത് പറയുക. ഞാൻ അതിനനുസരിച്ച് വീഡിയോസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. So, and thank you for watching.